കോൺഗ്രസ് മുക്ത ഭാരതം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് 28 സംസ്ഥാനങ്ങളിൽ ഏകദേശം 20 സംസ്ഥാനങ്ങളിലും ബി.ജെ.പി. നേതൃത്വത്തിലുള്ള എൻ.ഡി.എ ആണ് ഭരിക്കുന്നത്. 19 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമാണ് എൻ.ഡി.എ ഭരണം നിലനിർത്തുന്നത്. ഇതോടെ 2024 ആയപ്പോഴേക്കും ഏകദേശം 71% കോൺഗ്രസ് മുക്ത ഭാരതം സാക്ഷാത്കരിച്ചിരിക്കുന്നു. കോൺഗ്രസിന് മുഖ്യ പ്രതിപക്ഷമാകാൻ പോലും പാർലമെന്റിൽ കഴിയാത്ത ദുരവസ്ഥ വന്നുപെടുകയും സഖ്യകക്ഷികൾ ഇല്ലാതെ തന്നെ തനിയെ ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് കോൺഗ്രസ് വിമുക്ത ഭാരത മുദ്രാവാക്യത്തിന്റെ പ്രസക്തിയും അപ്രകാരം സംഭവിച്ചാലുള്ള തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന്റെ പ്രാധാന്യവും ബി.ജെ.പി. തിരിച്ചറിഞ്ഞത്. ബി.ജെ.പിയെ തുണച്ച ഘടകങ്ങൾ 10 വർഷം തുടർച്ചയായി കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഉണ്ടായ ഭരണവിരുദ്ധ തരംഗം ബി.ജെ.പി. വിദഗ്ധമായി ഉപയോഗിച്ചു. ഒരു മാറ്റം ജനം ആഗ്രഹിച്ചു. കൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു താരപരിവേഷത്തോടെ ദേശീയ രാഷ്ട്രീയ രംഗത്ത് മാറ്റത്തിനു വേണ്ടി ഉദിച്ചുയർന്നപ്പോൾ ജനശ്രദ്ധയും മാധ്യമശ്രദ്ധയും അവിടേക്ക് പോയി. ഇതിന് ബദലായി മോദിയോട് കിടപിടിക്കും വിധത്തിൽ ഒരു നേതാവിനെ ഉയർത്തി കാണിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞതുമില്ല. ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തിയ മൻമോഹൻ സിംഗും രോഗബാധിതയാണെന്ന അഭ്യൂഹങ്ങളിലുണ്ടായിരുന്ന സോണിയാഗാന്ധിക്കും മോദിയോട് കിടപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 2011 മുതൽ അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ അഴിമതി വിരുദ്ധ പ്രസ്ഥാനം ജനശ്രദ്ധയും മാധ്യമശ്രദ്ധയും നേടിയതിന്റെ കൂടെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങളാണ് യു.പി. ഗവൺമെന്റിനെതിരെ ഉയർന്നു വന്നത്. 2G സ്പെക്ട്രം, കൽക്കരി കുംഭകോണം, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി ഇതെല്ലാം മുതലെടുത്ത് പുതിയൊരു പാർട്ടി ആം ആദ്മി പാർട്ടിയുടെ ഉദയവും അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ദില്ലിയിൽ എ.എ.പി. ശക്തി പ്രാപിച്ചതും 2013 ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 3 പ്രാവശ്യം മുഖ്യമന്ത്രിയായ ഷീലാ ദീക്ഷിത്തിന്റെ പരാജയവും കോൺഗ്രസിന് തിരിച്ചടിയായി. തമിഴ്നാട്ടിൽ DMK കോൺഗ്രസിനെ ഒഴിവാക്കി തനിയെ മത്സരിച്ചതും തമിഴ്നാട്, ആന്ധ്ര, ഹരിയാന എന്നിവിടങ്ങളിൽ കോൺഗ്രസിന്റെ പിളർപ്പും ചരിത്രത്തിലെ ഏറ്റവും വലിയ പതനത്തിന് കാരണമായി. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളിൽ പലരും മത്സരരംഗത്ത് നിന്ന് മാറി നിന്നത് പാർട്ടി ഭരണത്തിൽ തിരിച്ചു വരില്ലെന്ന സന്ദേശമാണ് നൽകിയത്. ഇപ്പോൾ ആന്ധ്ര, അരുണാചൽ പ്രദേശ്, അസം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, ഹരിയാന, മധ്യപ്രദേശ്, മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ്, ഒഡീഷ, രാജസ്ഥാൻ, സിക്കിം, ത്രിപുര, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നീ 18 സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി. നേതൃത്വത്തിലുള്ള എൻ.ഡി.എ ഭരണമുണ്ട്. ഇപ്പോൾ വ്യാഴാഴ്ച മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ 19 സംസ്ഥാനങ്ങളിലായി. പിന്നെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ബി.ജെ.പി. നേതൃത്വത്തിലുള്ള എൻ.ഡി.എ ഭരണമാണ്. വ്യാഴാഴ്ച മഹാരാഷ്ട്രയിൽ എൻ.ഡി.എ മുന്നണിയായ മഹായുതി അധികാരമേൽക്കുമ്പോൾ മോദിയും എത്തിയിരുന്നു. ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി മാറുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എൻ.ഡി.എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഒരുവിധം മുഖ്യമന്ത്രിമാരെല്ലാം എത്തിയിരുന്നു. മോദി പ്രതീകാത്മകമെന്നോണം അവരെ മുഴുവൻ പ്രത്യേകം ഹസ്തദാനം ചെയ്ത് സംസാരിക്കാനും മടികാട്ടിയില്ല. കാരണം മോദിയുടെ കോൺഗ്രസ് മുക്ത ഭാരതത്തിന്റെ പാതകവാഹകരാണിവർ. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എന്നിവർ സ്റ്റേജിലെത്തിയിരുന്നു. യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് എന്നിവരും പങ്കെടുത്തിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിരവധി സങ്കീർണമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന കാലമാണിത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തുടർച്ചയായി തിരിച്ചടികൾ നേരിടുകയും മുതിർന്ന നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് നേരിടാനാവാതെ പകച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഒരു വശത്ത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിനു വേണ്ടി ബി.ജെ.പി. സാധ്യമായ എല്ലാ മാർഗങ്ങളും അവലംബിക്കുമ്പോൾ മറുവശത്ത് ഏകീകൃത പ്രതിപക്ഷത്തെ നയിക്കാനുള്ള കോൺഗ്രസിന്റെ യോഗ്യതയെ ഇരു പാർട്ടികളടക്കം ചോദ്യം ചെയ്യുകയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.